കമ്മീഷനുകളും ഈ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. 5 or 6 കമ്മീഷനുകൾ വെച്ചിട്ട് അതിൽ കലാവർ കമ്മീഷൻ റിപ്പോർട്ടും ബാലകൃഷ്ണൻ നായർ കമ്മീഷൻ റിപ്പോർട്ടും പിന്നെ വാവുപ്പോൾ കമ്മീഷൻ റിപ്പോർട്ടും ഒക്കെയാണ് വളരെ ടോൾ നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട് ആധികാരികമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അവർ സർക്കാരിനോട് ശുപാർശ ചെയ്തിട്ടുള്ള നിർദ്ദേശങ്ങൾ ഇതുവരെയും മുഴുവനായി പാലിക്കപ്പെട്ടിട്ടില്ല. വളരെ കുറച്ച് 1/3 ഭാഗം മാത്രമാണ് പാലിക്കപ്പെട്ടുള്ളത്. നിരോധനം 3 മാസക്കാലം ആവശ്യപ്പെട്ടിട്ട് പരമാവധി ഇപ്പം നിൽക്കുന്നത് 45 ദിവസമാണ്. ആദ്യഘട്ടത്തിൽ ഒരു പ്രാവശ്യം മാത്രം ഒരു 66 ദിവസം നിരോധനം ഉണ്ടായി. ആ നിരോധനവുമായിട്ട് ബന്ധപ്പെട്ട് മത്സ്യോൽപാദനം ഒരുപാട് വർദ്ധിക്കുകയും ചെയ്തു. അത് ഇങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യണമെന്നാണ് കലാവർ കമ്മീഷൻ റിപ്പോർട്ട് പറഞ്ഞത്. പക്ഷേ ഓരോ ഭരിക്കാൻ വരുന്ന ആളുകൾ അവരുടെ സൗകര്യം പോലെ ഇതരായിട്ട് ബോട്ടിൽ പോകുന്ന ആളുകളും തൊഴിലാളികളാണെന്ന് കണ്ടുകൊണ്ട് ഇത് പകുതിയായി കുറച്ച് 90 ദിവസം ഇപ്പോൾ 45 ദിവസമാക്കി 26 ദിവസമൊക്കെ 26 ദിവസം മാത്രം നിരോധനം ഉണ്ടായിട്ടുള്ള വർഷങ്ങളുണ്ടായിട്ടുണ്ട്. നിരോധനം കൊണ്ട് ഉൽപ്പാദനം വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിരോധനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിരോധനത്തിന് മുമ്പ് പാലിക്കപ്പെടേണ്ട കാര്യങ്ങളാണ് ഇവിടെ കമ്മീഷൻ്റെ നിർദ്ദേശാനുസരണം പാലിക്കപ്പെടാത്തത്. ആശാന്റെ അഭിപ്രായത്തിന് സംഘടനാ പിൻബലവുമുണ്ട്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിരോധനത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം ഏപ്രിൽ മെയ് മാസങ്ങളിൽ ചാളയും അയിലയും നെത്തോലിയൊക്കെ 50 മീറ്റർ ആഴത്തിനും അപ്പുറത്താണ് കിടക്കുന്നത്. അവിടം വരെ പോയി മത്സ്യബന്ധനം നടത്തുക എന്ന് പറയുന്നത് വയബിൾ അല്ല. അത് വലിയ ചിലവേറുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് മത്സ്യം തീരത്തോടടുത്തതായ ആരെങ്കിലും പറയുമ്പോൾ മാത്രമാണ് മത്സ്യബന്ധനം നടത്തുന്നത്. ജനുവരി മുതൽ മെയ് വരെയുള്ള ഈ ഡ്രോട്ട് സീസണിൽ എറണാകുളം ജില്ലയിൽ 64 ഇൻബോർഡ് വള്ളങ്ങളും 100 കണക്കിന് വരുന്ന ഔട്ട്ബോർഡ് വള്ളങ്ങളും മാസത്തിൽ വെറും 7 ദിവസം മാത്രമാണ് മത്സ്യബന്ധനം നടത്തുന്നത്. കഴിഞ്ഞ 15 വർഷത്തെ സ്ഥിതിവിവര കണക്കുകൾ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്, ഞങ്ങൾ കണക്കെടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വയം പ്രഖ്യാപിതമായ ഒരു സെൽഫ് പ്രൊക്ലെയിംഡ് ഫിഷിംഗ് ഹോളിഡേ ഇപ്പോൾ നടപ്പാക്കപ്പെട്ടിട്ടുണ്ട്. ഒരു നിരോധനത്തിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല. ഡ്രോട്ട് സീസണിൽ ഞങ്ങൾ മത്സ്യബന്ധനത്തിന് പോകുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്തിനാണ് ഈ നിരോധനം ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മൺസൂൺ കാലത്ത് ബ്രീഡിംഗ് സീസൺ എന്ന് പറയുന്ന ഒരു നിലപാടിനെ സംബന്ധിച്ചിടത്തോളം CMFRA തന്നെ പുറത്തിറക്കിച്ചിരിക്കുന്ന കണക്കുകളും സ്ഥിതിവിവര കണക്കുകളും ഡാറ്റയും അതുപോലെ തന്നെ അവരുടെ തന്നെ പാറ്റേണുകൾ നമ്മുടെ മുന്നിലുണ്ട്. അത് പ്രകാരം മെയ്യിൽ തുടങ്ങുന്ന ബ്രീഡിംഗ് സീസൺ ഒക്ടോബർ നവംബർ വരെയാണ് പല മത്സ്യം, പ്രത്യേകിച്ച് ഉപരിതല മത്സ്യങ്ങളുടെ. അതിന് ഏപ്രിലിൽ ഒരു ബാൻ പറയുന്നത് യാതൊരു അടിസ്ഥാനവുമില്ല. CMFRA തന്നെ പഠനക്കുറിപ്പുകൾ അവരുടെ തന്നെ നിലപാടുകളെ ഖണ്ഡിക്കുന്ന ഒന്നാണ് ഈ കമ്മിറ്റിയുടെ. ഒന്നത്. 2, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു നിരോധനത്തിൽ അടിസ്ഥാനമില്ല. നിരോധിക്കപ്പെടുന്ന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് കോമ്പൻസേഷൻ കൊടുക്കണമെന്നാണ് ഇവരുടെ ശുപാർശ. 5000 രൂപ വെച്ച് മാസം കൊടുക്കേണ്ടി വരും. കേരളത്തിൽ 1.5 ലക്ഷത്തോളം പരമ്പരാഗത മത്സ്യത്തൊഴിലാളികൾ നിരോധനത്തിന് വിധേയമാക്കപ്പെടുകയാണ് ഈ സമയത്ത്. 1.5 ലക്ഷം പേർക്ക് 5000 രൂപ വെച്ചെന്ന് പറഞ്ഞാൽ ഒരു മാസം 750 കോടി, 1500 കോടി രൂപ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും ഗവൺമെൻറ്. അത് അങ്ങേറ്റം തെറ്റാണ്, അശാസ്ത്രീയമാണ്. ഗവൺമെൻറ് അതിൽ കാശുമില്ല. ബഡ്ജറ്റ് അലോക്കേഷൻ പോലും അത്ര ഞങ്ങൾക്കില്ലാത്തൊരു സാഹചര്യം മേഖലയിൽ. അപ്പോൾ ഇത് യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ഒരു നിലപാടല്ല, നമ്മുടെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ടൊരു കാര്യമല്ല. ലേബർ ഇൻറ്റൻസീവായ ഒരു മേഖലയിൽ, തൊഴിൽ സാന്ദ്രമായ ഒരു മേഖലയിലെ തൊഴിലാളികളെയും ഈ രംഗത്തെ ഇൻവെസ്റ്റേഴ്സും ഉപജീവനത്തിന് വേണ്ടി മത്സ്യബന്ധനം നടത്തുന്നവരെയും നിക്ഷേപകരെയും സമീകരിച്ച് കാണുന്ന നിലപാടുകളും ശരിയല്ല.
കായലുകൾ വ്യാപകമായി കയ്യേറുന്നതിനെക്കുറിച്ച് ആശാന് കടുത്ത ആശങ്കയുണ്ട്. ചെമ്മീൻ കുഞ്ഞുങ്ങളുടെ നഴ്സറിയാണ് കായലുകളെന്ന് ആശാൻ അറിയാം. കായലിനോട് ചേർന്നുള്ള കണ്ടലുകൾക്കിടയിലാണ് അവ മുട്ടയിട്ട് പെരുകേണ്ടത്. പക്ഷേ കയ്യേറ്റക്കാർ ഈ സാധ്യത ഇല്ലാതാക്കിയത് മീൻപിടുത്തക്കാരുടെ ദുരിതം കൂട്ടുന്നുണ്ട്. മത്സ്യസമ്പത്ത് ദിനം പ്രതി കുറയുകയാണ്. മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം തന്നെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ്. കടലിൽ ആയാലും കായലിലായാലും. ഇപ്പോൾ കായലിൻ്റെ സ്ഥിതി എന്ന് പറഞ്ഞെങ്കിൽ ചെമ്മീൻ കുഞ്ഞുങ്ങൾ വളർന്നതിന് മുട്ടയിട്ട് വിരിഞ്ഞതിന് ശേഷം കടലിലേക്കാണ് പോകുന്നത്. അതിൻ്റെ നഴ്സറി കായലാണ്. കായലുകൾ വളരെ വിപുലമായ രീതിയിൽ വികസനത്തിന് വേണ്ടി നികത്തപ്പെടുന്നു. ഈ ഗോശ്രീ പാലം വന്നതിന് ശേഷം ഒരുപാട് കായലുകളും ജലാശയങ്ങളും നികത്തപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെയാണ് കണ്ടൽക്കാടിൻ്റെ ഉള്ളിൽ അവിടെയൊക്കെയാണ് ചെമ്മീൻ കുഞ്ഞുങ്ങൾ കൂടുതൽ മുട്ടയിട്ട് വിരിഞ്ഞ് നഴ്സറി പ്രായം കഴിയുമ്പോൾ കടലിലേക്ക് പോകൽ അവിടെ ചെമ്മീൻ വർഷകാലത്ത് കിട്ടുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ വർഷങ്ങളായിട്ട് ചെമ്മീൻ എന്ന് പറയുന്ന സാധനം ഇല്ല എന്ന് പറയാം. നാരൻ ചെമ്മീൻ എന്നൊക്കെ പറയുന്ന സാധനം കണ്ടിട്ട് വർഷങ്ങളായിട്ടുണ്ട്. പേരിന് ഒരു ദിവസം 2 ദിവസം എന്തെങ്കിലും ഉണ്ടാവുമെന്ന് കവിഞ്ഞിട്ട് പിന്നെ ഇതിന് കാണുന്നുണ്ട്. ഇതിപ്പോൾ ഇന്നിപ്പോൾ ആദ്യമായിട്ട് വന്ന അത്രയും ചെമ്മീൻ. അപ്പോൾ അതൊക്കെ ഒന്ന് വളരെ ഈ ഉൽപ്പാദനത്തിനെ തടയുന്ന വികസനവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ രാജ്യത്ത് നമ്മുടെ രാജ്യത്ത് നടക്കുന്നു. ചൂഷണത്തിൻ്റെ ഒരു വശമാണ് ഈ പറയുന്നത്. ഇടത്തട്ടുകാരെ ഒഴിവാക്കാൻ വേണ്ടി സർക്കാർ കൊണ്ടുപോകുന്ന മത്സ്യബെഡും ലെയർ സെൻറ്ററും ഒക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വീണ്ടും ഇടത്തട്ടുകാരുടെ കയ്യിൽ ചെന്ന് പെട്ടിരിക്കുന്ന ദയനീയമായ ഒരു അവസ്ഥയുണ്ട്. പൂച്ച എപ്പോഴും എല്ലാം മുറുക്കെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഒരു അയവൊന്നുമില്ല. എലിയുടെ കണ്ണിൽ നിന്ന് വെള്ളം വന്നാലും പൂച്ച വിടുമില്ല. അതിന് പല ന്യായങ്ങളും പറഞ്ഞുകൊണ്ടാണ് ഇതുവരെ ഇന്നലെ വരെ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന കാര്യം പറഞ്ഞാൽ അങ്ങനെ ഒരു സീസൺ പണി അല്ലെങ്കിൽ ഒരു ടോൾ ബാൻ നിരോധന ദിവസങ്ങളിൽ മത്സ്യത്തൊഴിലാളിക്ക് കുറേ അധികം മത്സ്യം കിട്ടുന്നു, കുറേ അധികം കാശ് കിട്ടുന്നു എന്ന് പറയുന്നത് വെറുതെ മിഥ്യാധാരണയാണ്. ഉദാഹരണത്തിന് ഇപ്പോൾ ഈ മീഡിയ തന്നെ ഇപ്പോൾ ഫോട്ടോ എടുത്ത് 5-6 കൊട്ടം ചെമ്മീനെ എടുക്കുന്നത്. അത് ഇന്ന് സംഭവിച്ച ഒരു പെട്ടെന്നുണ്ടായ ഒരു കാര്യമാണ്. അപ്പോൾ അത് കണ്ടു കഴിയുമ്പോൾ അത് പിടിച്ചുകൊണ്ട് വന്ന തൊഴിലാളികൾ 50 പേരാണ്. ഈ 50 പേരുടെ കണക്കില്ല. 6 കൊട്ട 7 കൊട്ട പൂവാലൻ ചെമ്മീനാണ് നിരന്നിരിക്കുന്നു. നമ്മുടെ മീഡിയ അത് പകർത്തിയെടുക്കുന്നു. നാളത്തെ പേപ്പറിൽ ഏത് മാധ്യമപ്രവർത്തകരായിട്ടായാലും ശരി ചെമ്മീൻ ചാകര വീണിരിക്കുന്നു എന്ന് പറഞ്ഞ് വാർത്ത വരും. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാണ്ട് ചില കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ മത്സ്യമേഖലയിൽ പ്രധാനമായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന കടുത്ത ചൂഷണം തന്നെയാണ്. ദയാനന്ദൻ ആശാൻ ഒരു പ്രതിനിധിയാണ്. പരമ്പരാഗത ശൈലിയിൽ മീൻപിടിച്ച് ഉപജീവനം നടത്തുന്ന സാധാരണ മീൻപിടുത്തക്കാരുടെ പ്രതിനിധി. മത്സ്യബന്ധന മേഖലയിൽ എന്തു പരിഷ്കാരങ്ങൾ നടപ്പാക്കിയാലും ഏതൊക്കെ ക്ഷേമ പ്രവർത്തനങ്ങൾ വന്നാലും അതിൻ്റെ ഗുണങ്ങളൊന്നും കിട്ടാത്തവർ, ഇടനിലക്കാരുടെ ചൂഷണത്തിൽ ബുദ്ധിമുട്ടുന്നവർ, കയ്യേറ്റക്കാരുടെ പരിസ്ഥിതി കൊള്ളയിൽ ഉള്ളുപിടയുന്നവർ. എങ്കിലും ആശാന് പരിഭവമില്ല. കടലിനെ സ്നേഹിച്ച് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ ആശാന് നല്ല വശമുണ്ട്. ഇൻസൈഡ് പുനഃസംപ്രേഷണം വ്യാഴം ഉച്ചയ്ക്ക് 1:30, വെള്ളി രാവിലെ 7, ശനി വൈകിട്ട് 3:30. സന്ദർശിക്കുക ഞങ്ങളുടെ വെബ്സൈറ്റ് www.mediaonetv.in. ഇമെയിൽ വിലാസം
Truth Insight at mediaonetv.in.